കണ്ടമിടറിക്കൊണ്ട് കണ്ണീരൊപ്പിക്കൊണ്ട് ആ ഇറാൻ മാധ്യമ പ്രവർത്തകൻ ലോകത്തെ ആ വാർത്ത അറിയിക്കുന്നു. ഇറാന്റെ പരമോന്നതമായ നേതാവ് അയത്തുള്ള അലി ഖമനേയി മരണപ്പെട്ടിരിക്കുന്നു. അല്ല, കൊന്നു തള്ളിയിരിക്കുന്നു. ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഇറാനിൽ നടത്തിയ സൈനിക നടപടിയിൽ ഇറാന്റെ പരമോന്നത നേതാവ് വീണിരിക്കുകയാണ്. ഇറാനിൽ നടത്തിയ സൈനിക നടപടിക്ക് ഇസ്രായേൽ നൽകിയ പേര് ഓപ്പറേഷൻ റോറിംഗ് ലയൺ എന്നും അമേരിക്ക ആ സൈനിക നടപടിക്ക് നൽകിയ പേര് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്നുമാണ്. 1979 വരെ ഷാ ഭരണകൂടത്തിന്റെ കീഴിലായിരുന്നു ഇറാൻ. എന്നാൽ 1979 ഇസ്ലാമിക വിപ്ലവം നയിച്ചുകൊണ്ട് റൊഹല്ല ഖൊമനേയി ഇറാന്റെ ആദ്യ പരമാധികാരിയായി മാറുന്നു. 10 വർഷത്തിന് ശേഷം 1989 റൊഹല്ല ഖമനേയുടെ മരണത്തെ തുടർന്ന് 1989 അയത്തുള്ള അലി ഖമനേയി ഇറാന്റെ രണ്ടാമത്തെ പരമാധികാരിയായി അധികാരമേറ്റെടുക്കുന്നു. അയത്തുള്ള അലി ഖമനേയുടെ തലയെടുത്താൽ മാത്രമേ ഈ യുദ്ധം അവസാനിക്കൂ എന്നായിരുന്നു ഇസ്രായേലിന്റെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും നിലപാട്. അതിന് ഇറാന്റെ മറുപടി ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ ക്യാമ്പുകൾ ആക്രമിച്ചുകൊണ്ടാണ്. അതോടുകൂടി പശ്ചിമേഷ്യാകെ യുദ്ധഭീതിയിലാണ്. കടലാസിൽ മാത്രം ശക്തരായ ഐക്യരാഷ്ട്രസഭ ഇതെല്ലാം കണ്ട് നോക്കുകുത്തിയായി നിൽക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിനും ട്രംപിനും ചൂണ്ടിക്കാണിക്കാൻ 1000 കാരണങ്ങൾ ഉണ്ടാവാം. പക്ഷേ എന്തെന്നറിയാതെ വെന്തു മരിച്ച ആ 150 പരം കുരുന്നുകൾക്ക് മുന്നിൽ നിങ്ങൾ ലജ്ജിച്ച് തല താഴ്ത്തണം.